കണ്ണൂർ പയ്യാമ്പലം തീരത്ത് കുളിക്കാനിറങ്ങിയ 3 യുവാക്കൾ തിരയിൽപ്പെട്ടു മരിച്ചു. കർണാടക സ്വദേശികളായ മുഹമ്മദ് അഫ്രാസ്, അഫ്നാൻ അഹമ്മദ്, റഹാനുദ്ദീൻ എന്നിവരാണ് മരിച്ചത്. 8 പേരടങ്ങുന്ന സംഘം വിനോദത്തിനായി എത്തിയതായിരുന്നു. അതിനിടയിലാണ് അപകടമുണ്ടായത്. കർണാടകയിൽ നിന്നും കേരളത്തിലേക്ക് എത്തി ആഘോഷവും സന്തോഷവും നിറഞ്ഞ നിമിഷങ്ങൾക്കിടെയാണ് 3 പേർക്ക് ജീവൻ നഷ്ടമാകുന്നത്. രാവിലെ ഏതാണ്ട് 11 മണിക്ക് ശേഷമായിരുന്നു ഈ അപകടം സംഭവിച്ചത്. പയ്യാമ്പലം തീരത്ത് 8 അംഗ സംഘമാണ് കുളിക്കാനിറങ്ങിയത്. അതിൽ 3 പേർ തിരയിൽപ്പെട്ടു. 2 പേരെ ആദ്യം പുറത്തേക്ക് എത്തിച്ചു. പക്ഷെ അപ്പോൾ തന്നെ ആ 2 പേരും മരിച്ചിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ലൈഫ് ഗാർഡും ഒപ്പം തന്നെ കോസ്റ്റൽ പോലീസിന്റെ ആളുകളുമാണ് ആദ്യം രക്ഷാപ്രവർത്തനം നടത്തിയത്. പിന്നീട് 3ാമത്തെ ആളെ കിട്ടാൻ തെരച്ചിൽ നടത്തി. മത്സ്യത്തൊഴിലാളികൾ വല ഉപയോഗിച്ച് നടത്തിയ തെരച്ചിലിൽ ഏതാണ്ട് 1 മണിക്കൂറിന് ശേഷമാണ് 3ാമത്തെ ആളുടെ മൃതദേഹവും ലഭിച്ചത്. ഏറ്റവും സങ്കടകരമായ കാര്യം, ഈ മരിച്ച റഹാനുദ്ദീൻ്റെ പിറന്നാളായിരുന്നു ഇന്ന്. ആ പിറന്നാൾ ദിനം ആഘോഷമാക്കാൻ എത്തിയതാകാം ഒരുപക്ഷെ ഈ കുട്ടികൾ. അതാണ് സംഭവിച്ചത്. 25ഉം 26ഉം വയസ്സ് പ്രായമുള്ള 3 പേർക്കാണ് ജീവൻ നഷ്ടമായത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പ്രദേശത്ത് അവിടെ ലൈഫ് ഗാർഡ് ഉണ്ടായിരുന്നില്ല, ഒപ്പം സൂചനാ ബോർഡുകളും ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പയ്യാമ്പലം തീരത്ത് എല്ലാവരും കടലിൽ ഇറങ്ങുന്ന ഒരു പ്രദേശമല്ല. അവിടെ നിന്ന് മാറി 1 കിലോമീറ്ററോളം മാറിയുള്ളൊരു സ്ഥലത്താണ് യുവാക്കൾ കുളിക്കാനായി ഇറങ്ങിയത്. റിസോർട്ടിൽ താമസിച്ച കുട്ടികൾ ഇന്ന് രാവിലെയോടുകൂടി തന്നെ ഈ കടലിലെത്തുകയും അവിടെ കുളിക്കാനായി പോവുകയുമാണ് ഉണ്ടായത്. അങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്. ഏതായാലും കൂടുതൽ മുന്നറിയിപ്പ് ബോർഡുകളൊക്കെ സ്ഥാപിക്കണമെന്ന ആവശ്യം ഉയരുന്നുണ്ട്. ഈ പ്രദേശത്ത് തന്നെ നേരത്തെയും അപകടം സംഭവിച്ചതാണ് എന്ന് നാട്ടുകാർ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കണ്ണൂരിൽ നിന്ന് വിനോദ് മൊറാരിക്കൊപ്പം ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്.